ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കൊരു അടിപൊളി റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്പത്തിരിയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ നമുക്ക് ആകെ ഒരു പണി എന്ന് പറയുന്നത് കുറച്ചൊരു ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം. ഒരു ഗോൾഡൻ കളറിലാകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അത് മാത്രമേ അതിലുള്ളൂ. ഭയങ്കര ഈസി പീസി ചിക്കൻ കറിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒരു വലിയ സൈസുള്ള ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തത് കേട്ടോ. അത് ഇതാ കുറച്ച് ഓയിലിൽ നമ്മളിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ല ഗോൾഡൻ കളറിൽ നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്നില്ലേ, നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് അതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതാ ഈ ഒരു കളറിൽ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളി അരച്ചിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എന്താ ഉണ്ടാക്കാന്നൊക്കെ ചോദിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പെട്ടെന്ന് ഭയങ്കര ടേസ്റ്റിയാണ്. എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി നോർത്ത് ഇന്ത്യൻ കറി. ഇനിയിപ്പോൾ അതാ ആ ഒരു ആ പൊരിച്ച ഉള്ളിയില്ല, അത് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അരക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ, ഡാർക്കായി പോകാൻ പാടില്ല. ഈ ഒരു കളറിൽ തന്നെ എടുക്കണേ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ വേണ്ടിയത് തൈരാണ് അരക്കാൻ വേണ്ടിയിട്ട്. അത് തൈര് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ് യോഗട്ട്, പുളി കുറവുള്ള തൈരാണ് വേണ്ടിയത്. അരക്കപ്പാണ് എടുത്തത് കേട്ടോ. യോഗട്ട് അരക്കപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി മല്ലിച്ചപ്പും കൂടെ ഇട്ടാണ്. ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മഷി പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പേസ്റ്റ് ഇനി നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കൻ ഇതിൽ തേക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലെമൺ ജ്യൂസ് വേണം, പിഴിഞ്ഞെടുത്തത്. ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരാണ് വേണ്ടത്, അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഒരു ടേബിൾ സ്പൂണാണ് ഞാനിവിടെ മുളക് പൊടി എടുക്കുന്നത്. പിന്നെ വേണ്ടി മഞ്ഞൾപ്പൊടി വേണം, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഗരം മസാലൻ്റെ പൊടിയാണ്, അത് 1 ടീസ്പൂൺ കേട്ടോ. ഇനിയിപ്പോൾ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക. ഇനി ഇതാ കുറച്ച് നെയ്യാണ് വേണ്ടി കേട്ടോ. നമ്മൾ 6 kg നെയ്യ്, പശു നെയ്യ് എന്ന് പറയുന്ന നെയ്യില്ല, അതാണ്. അതൊരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ 1 കിലോ ചിക്കൻ ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, കറിക്കട്ടാക്കിയിട്ട്. ഇനിയിപ്പോൾ ആ ഒരു ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മാറ്റി വെക്കാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മാക്സിമം. ഇനിയിപ്പോൾ മാറ്റി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ അത് നമ്മൾ കറി വെക്കാൻ വേണ്ടി വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ച ആ ഒരു എണ്ണയില്ലേ, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കേട്ടോ, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടി നമുക്ക് നെയ്യ് തന്നെയാണ്, പശു നെയ്യാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ട് വേറെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കുക. ഇപ്പോൾ അത് ആ ഒരു നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ തേച്ച് വെച്ച ആ ഒരു ചിക്കനില്ലേ, ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതിൽ നിന്ന് മസാല നല്ലോണം കുടഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ മസാല നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക. ആ ഒരു മസാല നമുക്ക് വേറെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ആ ഒരു ചിക്കൻ്റെ പീസ് മസാലയിൽ കുടഞ്ഞിട്ട് ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ സിമ്മിലാക്കി വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. നന്നായിട്ട് വേവണം കേട്ടോ. പിന്നെ ആണെങ്കിൽ പുറം ഭാഗം അങ്ങ് മുരിഞ്ഞു പോകാൻ പാടില്ല, നന്നായിട്ട് വെന്താൽ മാത്രം മതി. അപ്പോൾ ചെറിയ സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേവിക്കാന്നല്ല, വേവിച്ച് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കനിൽ ഇറങ്ങി വരുന്ന വെള്ളം കൂടി ഉണ്ടാവും, അതിൽ കിടന്ന് പെട്ടെന്ന് അങ്ങ് വേവും കേട്ടോ. ഒരു 5 മിനിറ്റ് ഒരു ഭാഗം, 5 മിനിറ്റ് തിരിച്ചിട്ടിട്ട് ഒരു ഭാഗം, അത്രേ സമയം എടുക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു ട്രിപ്പിലേക്കുള്ളത് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ബാച്ചായിട്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടാൽ അടിഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. അത്രയും ചെറിയ തീയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഒരുപാട് മൊരിഞ്ഞിട്ടും ഒന്നും ഉണ്ടാവില്ല, എന്നാൽ ഫ്രൈ ചെയ്ത ടേസ്റ്റും ഉണ്ടാവും, വേവിച്ച ടേസ്റ്റും ഉണ്ടാവും. നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് ചിക്കൻ കിട്ടും. ഇപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ ഭാഗം ഒരു 5 മിനിറ്റ് കഴിയട്ടെ. ഇപ്പോൾ അതൊരു 5 മിനിറ്റ് തിരിച്ചിട്ടിട്ടും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല പട്ടുപോലെ വെന്ത ചിക്കനാണിത്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനിയിപ്പോൾ അടുത്ത രണ്ടാമത്തെ ബാച്ചിലുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കണേ. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഇതിലെന്തെങ്കിലും എന്താ പറയുക, അടി പിടിച്ച സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മസാല ഇല്ലേ, അതങ്ങ് കോരിയിട്ട് അടുത്ത ബാച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ 2 ബാച്ചായിട്ട് പൊരിച്ചെടുത്ത് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കണം. അപ്പോൾ അത് ഞാനൊരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 കരിക്കട്ട നന്നായിട്ട് കത്തിച്ചതാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ആ പൊരിച്ച എണ്ണയിൽ തന്നെ കുറച്ച് ഒരു 3-4 തുള്ളി എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഉറ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു പുക പോവാണ്ട് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് എങ്കിലും നമ്മളിതിങ്ങനെ വെക്കണം കേട്ടോ, എന്നാലാണ് ആ ഒരു സ്മോക്കി ഫ്ലേവർ നന്നായിട്ട് ആ ഒരു ചിക്കനിൽ പിടിക്കുക. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സെയിം പാൻ തന്നെയാണ്, അതിൽ നിന്ന് ഞാൻ ആ ഒരു അടിയിലുള്ളതൊക്കെ കോരിയിട്ടുണ്ട്. ആ സെയിം എണ്ണ തന്നെയാണ് കേട്ടോ. അതിലേക്ക് ബാക്കിയുള്ള നമ്മൾ ഈ ഒരു മസാല നമ്മളിത് കുടഞ്ഞിട്ടല്ല എടുത്തത്. അപ്പോൾ കണ്ടില്ല, ആ ഒരു ഗ്രേവിക്കുള്ളത് ഈ ഒരു മസാല തന്നെയാണ് കേട്ടോ, വേറെ ഒരു മസാലയൊന്നുമില്ല. അപ്പോൾ എന്താണ്, ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇപ്പോൾ സിമ്പിളാണ്, എന്നാലും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ആ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു മസാല മുഴുവനായിട്ട് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ക്രീമാണ് കേട്ടോ. അതൊന്നെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കുക, അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം എടുക്കുക, ഏതായാലും കുഴപ്പമില്ല.
എന്നിട്ട് ഇതാ ഒരു 100 ml ഇതാണ് ഞാൻ എടുത്തത് കേട്ടോ. 125 ഞാനൊരു 100 ml ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ക്രീമും ആ ഒരു മസാലയും. അപ്പോൾ ഈ ഒരു മസാല നമ്മളൊരു പച്ച മസാല ആണല്ലോ, അപ്പോൾ അതൊന്ന് നന്നായിട്ട് വെന്ത് വരണം. എന്നാലാണ് ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പച്ചക്കങ്ങ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് വേവണം. അപ്പോൾ അത് നന്നായിട്ട് ഈ ഒരു ക്രീമും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ പേസ്റ്റിന് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരു തക്കാളി അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ സിമ്പിളായിട്ട് ഈസി മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നത്. ഇപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ, അടക്കണം എന്നില്ല, ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് നേരം ഈ ഒരു ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് നോക്കിയപ്പം കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ആ ഒരു നമ്മൾ ചിക്കൻ എടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ കൊടുത്ത ആ ഒരു ചിക്കൻ ഇല്ല, അതാണ്. അപ്പം നമ്മൾ ആ ഒരു ചാർക്കോൾ അങ്ങ് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ചിക്കൻ ഇല്ല, ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ഗ്രേവി ആവുകയും ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നല്ല ഗ്രേവി ഉണ്ടാവും. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, നല്ല കട്ടി തന്നെ കിട്ടും. അപ്പോൾ അത് ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ആ ഒരു ഗ്രേവിയിലേക്ക്. അപ്പോൾ ആ ഒരു ഗ്രേവിക്കും ഈ ഒരു സ്മോക്കി ഫ്ലേവർ വരും. ആ ഒരു ചിക്കൻ്റെ ആ സ്മോക്കി ഫ്ലേവറൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഫ്രൈ ആയിട്ട് വേണോ ഗ്രേവി ആയിട്ട് വേണോ എന്നുള്ളത് നോക്കിയാൽ മതി. ഇപ്പം അങ്ങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടോ, കണ്ടില്ല? അത്യാവശ്യത്തിന് ഗ്രേവി ഈ ഒരു കറിയിലുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ചോറ് വെക്കുന്ന പുഴുങ്ങലരി അതൊന്ന് ചൂടുവെള്ളത്തിൽ പുതിർത്തി വെച്ചതാണ്. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വിരലിട്ട് നോക്കിയാൽ കുറച്ച് നേരം വിരലിട്ട് വെച്ചാൽ കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുവെള്ളമായിരിക്കണം കേട്ടോ. നേരിയ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ, നേരിയെന്നല്ല, കുറച്ചൊരു ചൂടുവെള്ളം എന്ന് പറയില്ല, കുടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിലാണ് നമ്മൾ അരി പുതിർത്തി വെക്കേണ്ടത് കേട്ടോ. ഒരു 4-5 മണിക്കൂർ അരി ഒന്ന് ആ ഒരു ചൂടുവെള്ളത്തിൽ പുതിർത്തി വെക്കുക. എന്നിട്ട് കഴുകി കൊണ്ടുവന്ന അരിയാണ് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഒരു തരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ അരിൻ്റെ കൂടെ തന്നെ അരക്കേണ്ട വേറെ സാധനം എന്ന് പറയുന്നത് 2 കപ്പാണ് അരി എടുത്തത്. ഇതിപ്പോൾ 1 കപ്പ് തേങ്ങ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ക്യുമിൻ സീഡ്സ് ആണ് എടുത്തത്. പിന്നെ വലുതല്ല, ചെറുതാണ്. പിന്നെ വേണ്ടത് കുറച്ച് ചെറിയുള്ളിയാണ് കേട്ടോ. ഒരു 4-5 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയുള്ളി ഒരു പകുതി എടുത്താലും മതി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒരു തരിതരിപ്പായിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരണം കേട്ടോ. അരിയും തേങ്ങയും എല്ലാം തരിതരിപ്പായിട്ടാണ് അരക്കേണ്ടത്. ഇപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വലിയൊരു പാത്രത്തിലേക്ക്. ഇപ്പോൾ അത് ആ ഒരു അരി നിങ്ങൾക്ക് എങ്ങനെയാണ് അരച്ചതെന്നുള്ളത് ഇങ്ങനെ പാത്രം ചരിച്ചാൽ കാണാൻ പറ്റുന്നത് കണ്ടില്ല, കുത്ത് അരിയാണത്. ചെറുതായിട്ട് ഇങ്ങനെ അരിമണികൾ അരയാത്ത രീതിയിൽ അതുപോലെയാണ് നമുക്ക് പൊരിച്ചെടുക്കേണ്ടത് കേട്ടോ. അരച്ചെടുക്കേണ്ടത് ഒരുപാട് അങ്ങ് മഷി പോലെ അരച്ചെടുക്കരുത്. അതുപോലെ തന്നെയാണ് തേങ്ങ അരച്ചത് തരിതരിപ്പായിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതിനെ ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടി നമ്മൾ ഒറോട്ടിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒറോട്ടിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് ആരൊന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു, ഏതാണ് നിങ്ങൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഏതാണ് അരിപ്പൊടി നല്ലതെന്നുള്ളത്. ഒറോട്ടിപ്പൊടി അല്ല പത്തൽപ്പൊടി, ഈ 2 പേരുള്ളത് മാത്രമേ വാങ്ങിക്കാവൂ കേട്ടോ. അരിപ്പൊടി എന്ന് എഴുതിയതല്ല വാങ്ങേണ്ടത്, ഒറോട്ടിപ്പൊടി അല്ലെങ്കിൽ പത്തൽപ്പൊടി. അത് ഒന്നുകിൽ ആമീസാണ് ഏറ്റവും നല്ലത്. ആമീസിൻ്റെ പൊടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ആമീസ് ഒറോട്ടിപ്പൊടി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ അജ്മി പത്തൽപ്പൊടി എന്ന് പറഞ്ഞിട്ട് വേറെയുണ്ട്. ആ 2 ബ്രാൻഡാണ് ഞാൻ ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതായിട്ട് തോന്നിയ കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അതേ പൊടി പോലെ തോന്നും, ആമീസ് ആണെങ്കിലും അജ്മി ആണെങ്കിലും. അപ്പോൾ നന്നായിട്ട് കുഴച്ച് ഉപ്പൊക്കെ ഇട്ട് ചേർത്ത് കുഴച്ച് വെച്ചതാണ്. ഇനിയിപ്പോൾ അതാ കയ്യിൽ ചെറുതായിട്ട് ഒന്ന് എണ്ണയൊക്കെ തടവിയിട്ട് ഇതിൽ നിന്ന് എടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത്, ചെറുതായിട്ട് ഈ ഒരു പാകം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. കയ്യിലൊട്ടാത്ത പാകത്തിലായി കിട്ടിയാൽ മാത്രം മതി. ഇനിയിപ്പോൾ അതാ ഒരു അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ നെയ്പത്തിരി വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ അത്യാവശ്യം വലുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കവർ മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ട് അതിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. എൻ്റെ കിച്ചൺ ചെറുതായിട്ടൊന്ന് മാറി കേട്ടോ. സെയിം തന്നെയാണ്, പക്ഷേ കിച്ചൺ കബോർഡ്സൊക്കെ ഒന്ന് മാറ്റി, അതുകൊണ്ടാണ് കളറ് മാറിയത്. സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ അതാ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു കട്ടി കിട്ടും, വല്ലാണ്ട് അങ്ങ് കട്ടിയിലല്ല. എന്നിട്ട് ഇതാ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഞാനത് സ്പീഡാക്കി കാണിക്കുന്നതാണ്. കുറച്ച് സമയം അതിലിങ്ങനെ കിടന്നാൽ നന്നായിട്ട് പൊള്ളി വരും. ഒരു തുള്ളി പോലും എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. ഇപ്പോൾ അത് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. പൊള്ളി വന്നാൽ കുറച്ച് സമയം വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുക. അടിഭാഗം ഒന്ന് വെന്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക.
ഇനി അടിഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പിന്നെ നെയ്പ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരുപാട് നെയ്പ്പത്തിരിൻ്റെ വീഡിയോസ് കാണിച്ചപ്പോഴൊക്കെ പറഞ്ഞതാണ് ഈ നെയ്പ്പത്തിരി ഉണ്ടാക്കിയാൽ നന്നാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷെ നന്നാവാത്ത ആൾക്കാർക്കാണ് പറഞ്ഞു തരുന്നത്. എണ്ണ കുടിച്ച് പോകണം അല്ലെങ്കിൽ പൊട്ടിപ്പോകണം എന്നൊക്കെ ഉള്ള ഒരുപാട് കംപ്ലൈൻറ്റ് ഉണ്ടാവും. അതിൻ്റെ ഓരോ മറ്റേ എന്താ പറയുക ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചൂടുവെള്ളം ഒരു എന്താ പറയുക വിരലിട്ടാൽ നമുക്ക് പൊള്ളാത്ത രീതിയിലുള്ള ചൂടുവെള്ളമായിരിക്കണം നമ്മൾ അരി പൊതിർത്തുന്നത്. ഒന്നത്. പിന്നെ ഒരുപാട് തേങ്ങയും അതുപോലെ തന്നെ ഉള്ളിയും രണ്ടും കൂടി പോയാൽ എണ്ണ കുടിക്കും കേട്ടോ. പൊട്ടിപ്പോവുകയും ചെയ്യും, എണ്ണ കുടിക്കുകയും ചെയ്യും. അത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് തേങ്ങ ഇട്ടെന്ന് വെച്ചിട്ട് ടേസ്റ്റ് കൂടുക അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു കറക്റ്റ് തേങ്ങ ആയിരിക്കണം ഇടുന്നത്. അതുപോലെ തന്നെ ഉള്ളിൻ്റെ അളവും കൂടാൻ പാടില്ല. ഉള്ളി കൂടിപ്പോയാലും എണ്ണയും കുടിക്കും, അതേപോലെ തന്നെ പൊട്ടിപ്പോവുകയും ചെയ്യും. ഇപ്പോൾ അതാ നെയ്പ്പത്തിരിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു അളവിൽ കിട്ടിയ നെയ്പ്പത്തിരിയാണ് ഇത് മൊത്തം കേട്ടോ. ഞാനിപ്പോൾ ഇത് ലാസ്റ്റ് നെയ്പ്പത്തിരിയാണ് ഇത്. ലാസ്റ്റുള്ള ഏറ്റവും ചെറുതാണിത്. അപ്പോൾ കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ നെയ്പ്പത്തിരിയും ചിക്കൻ കറിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നെയ്പ്പത്തിരിക്ക് ഏറ്റവും ടേസ്റ്റ്. അതെല്ലാവർക്കും അറിയണ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു കറി അതിന് വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞല്ലോ ഞാൻ കൂടുതൽ ഇതിനെക്കാട്ടും കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പോ 1 കപ്പോ ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതേ കട്ടി തന്നെ കിട്ടും കേട്ടോ. അതിന് വെള്ളം നമ്മൾ ഒഴിച്ച് വിചാരിച്ചിട്ട് കട്ടി കുറഞ്ഞു പോകുക എന്നൊക്കെ ഉള്ള ഇതുണ്ടെങ്കിൽ അതൊന്നുമില്ല. ഈ കാണുന്ന ഇതേ കട്ടി തന്നെ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാലും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താലും ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതേ കട്ടി തന്നെ കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ കട്ടി കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി അരച്ച് ചേർത്തതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് കട്ടിയൊന്നും കുറയൂല. നല്ല ഗ്രേവി തന്നെ നമുക്ക് കിട്ടും. നല്ല കട്ടിയുള്ള നല്ല സിൽക്കി ആയിട്ടുള്ള അടിപൊളി കറിയാണ്. ഇനിയിപ്പോൾ ഈ കറീൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നവരോട് കേട്ടോ. ഈ കറീൻ്റെ പേരാണ് ചിക്കൻ ബറ. ഈ ചിക്കൻ ബറ കഴിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. പച്ച ഉള്ളി ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് അതും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടത് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, വെറുതെ പറയണതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ പ്ലേറ്റിലേക്ക് ഇടുന്ന സമയത്ത് കുറച്ചും കൂടെ ഇട്ട് നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു പച്ച ഉള്ളി മുറിച്ചിട്ട് അതും കൂടെ കൂട്ടിയിട്ട് തന്നെ കഴിച്ച് നോക്കണേ. ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈസി ബിസി ചിക്കൻ കറിയല്ല. നിങ്ങൾ കണ്ടില്ലേ, ഒരു പണിയും ഇല്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏറ്റവും ഈസി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. എന്നാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരു നെയ്പ്പത്തിരിൻ്റെ കൂടെ ഉണ്ടല്ലോ, സൂപ്പർ കോംബോ ആണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു നെയ്പ്പത്തിരി ഞാൻ കാണിച്ചറിയാൻ പറഞ്ഞല്ലോ, ഒരു തുള്ളി പോലും എണ്ണ കുടിക്കാത്ത നല്ല നെയ്യപ്പം തന്നെ പറഞ്ഞു പോണത് ഈ ഒരു നെയ്പ്പത്തിരി. നല്ല അടിപൊളിയാണ്. ഉൾഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ കണ്ടാം, ഉള്ളിലൊന്നും ഒരു തുള്ളി പോലും എണ്ണയൊന്നും ഉള്ളിലേക്ക് കയറിയോ പൊട്ടിപ്പോവുക ഒന്നും ചെയ്യൂല. എല്ലാ നെയ്പ്പത്തിരിയും നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാനും പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളി ഒരു നെയ്പ്പത്തിരിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.